സംഭവമൊക്കെ ശരിയാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീ ഒരുമാതിരി കഴപ്പ് കാണിക്കുന്നുണ്ട്, ഓവർ സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ട്, ഭയങ്കര ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്, അതിനുള്ളിൽ എല്ലാവരും വെറുപ്പിക്കുന്നുണ്ട്. അവർക്ക് തോന്നിയ മാതിരി ചെയ്യാം, അല്ലെങ്കിൽ അവരൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല. ഈ പറയുന്ന ബിഗ് ബോസ് ആണെങ്കിലും ശരി, എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കൂല. ആകെ കൊടുക്കുന്ന ഒരു വാർണിങ്, ജാസ്മിൻ പെട്ടെന്ന് മയക്കെടുത്ത് ധരിക്കുക, അതല്ലാതെ വേറൊന്നും പറയണത് നാം ഒന്നും ഇതേവരെ കേട്ടിട്ടില്ല. മറ്റൊരു രീതിയിലുള്ള വാണിങ്ങോ കർക്കശമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ ഒന്നും ആരും ഇതേവരെ കേട്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ അഖിൽമാരാർ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ഏഷ്യാനെറ്റിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള, ഏഷ്യാനെറ്റിന്റെ ആണോ ബിഗ് ബോസിന്റെ ആണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പൊ അങ്ങനെ തലതൊട്ടപ്പന്മാർ ഈ ഗേൾസിനൊക്കെ ബിഗ് ബോക്സിലേക്ക് ആകർഷിച്ചിട്ട് വെറുതെ തൊട്ട് നക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അത് എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് വിഷയമാണ്. അതിൽ ഈ ജാസ്മിന് അങ്ങനെ പോയതാണോ, അതല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ അങ്ങനെ പോയതാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുമ്പം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കേസൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുകളിലൊക്കെ എന്താണെന്നറിയില്ല, അങ്ങനെ കമന്റൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അങ്ങനെ കമന്റൊക്കെ ഇട്ട് എടുക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള അമ്മയും പെങ്ങന്മാരെന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കുക. ഈ സ്ത്രീന്റെ കയപ്പും പൊട്ടിത്തെറുപ്പും ഒരുമാതിരി തൂറിരണ സംസാരമൊക്കെ കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നിപ്പോവും. പിന്നെ ഈ ഒരു അവസരത്തിൽ തന്നെ ഈ അഖിൽ ഈ ഒരു കാര്യം പുറത്ത് വിട്ടും ചെയ്ത്, അപ്പൊ അഖിലിന്റെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അഖിൽ എത്രയും പെട്ടെന്ന് ഭയങ്കര ധൈര്യമാണ്, അതല്ലെങ്കിൽ എനിക്ക് ആരും പേടില്ല, ഞാൻ എന്തും പറയും എന്നൊക്കെ പറയുന്ന ഒരാള് ഇത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യം കൂടി അങ്ങോട്ട് പറയുമ്പം വെടുപ്പായി, നല്ലതായി, തൃപ്തിയായി. അപ്പം ഈ എന്താ പറയാ, ഇപ്പം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഏതൊരു ഗേൾ ആണെങ്കിലും ഒരു ലേഡി ആണെന്നുണ്ടെങ്കിലും ആ കണ്ണിലുള്ള ഇനി വരുന്ന കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലും ഒക്കെ ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ നോക്കിക്കാണുക. സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അഖില് ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മയാർന്നൊരു കാര്യം, ഇയാൾക്ക് ഭയങ്കര ധൈര്യമാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം വേഗം സംസാരിക്കുക. ആ കാര്യം, ആ രണ്ട് മറവായകള്, ആ കാമം കണ്ണിൽ കെട്ടി മൂടി നിൽക്കുന്ന രണ്ട് പൊട്ടച്ചികള് ആരാന്നുള്ളത് പെട്ടെന്ന് തന്നെ പറയാം. അതാണ് അതിൻ്റെ ഒരു രീതി. അതല്ലാതെ വെറുതെ എനിക്കൊന്നും തോന്നുന്നില്ല ഈ ജാസ്മിന്. ഓക്കെ, സ്ത്രീന്റെ ഒരു കയപ്പും ഭയങ്കര അമിത ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം ബിഗ് ബോസും എടുക്കുന്നതും അല്ലെങ്കിൽ അത് എടുക്കുന്നതും ഈ സ്വാതന്ത്ര്യം എടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. ഇപ്പൊ ഈ അഖിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞതിനെ കൊണ്ടും എന്തായിരിക്കും, ഏതായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ചിന്തിച്ചുകൊള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അഖിലിന്റെ ഒരു കടമയോ അതല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ, അയാൾ ചെയ്യേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമോ എന്തോന്നാണ് ഈ ഒരു സംഗതി, പെട്ടെന്ന് ഈ രണ്ടാളുകളുടെ പേര് പുറത്തു പറയാന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം വരുന്ന കണ്ടസ്റ്റൻസിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ രണ്ട് വായകൾ അങ്ങനെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ പറയാ, നീറ്റായിട്ട് അതല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റലായിട്ട് ആ പരിപാടി അതേപോലെ തന്നെ അതിന്റെ എന്റർടൈൻമെന്റ്സും അതല്ലെങ്കിൽ ബാക്കിയുള്ള ഈ എന്താ പറയാ രസച്ചരടുകളൊക്കെ കൂടി അങ്ങനെ പോയിക്കോളും. അതല്ലാതെ ഇതിങ്ങനെ പറഞ്ഞു വെച്ച് നിങ്ങളെന്തോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ ഏതായാലും നടക്കാൻ പോകുന്നില്ല മിസ്റ്റർ അഖിൽ ചേട്ടാ.